ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 നൈറ്റിയുടെ ഡിസൈനുമായിട്ടാണ്. ഇത് ചൂരിദാർ മോഡൽ നൈറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെറിയ ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 നൈറ്റിയുടെ ക്ലോത്താണ്. ചുങ്കിടി ടൈപ്പ് ക്ലോത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നിൻ്റെ മാത്രമേ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കാണിക്കുന്നുള്ളൂ. 3 ടൈപ്പ് നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പെയിൻറ്റിങ് കൂടി കൊടുക്കുന്നുണ്ട്. ₹130 ക്ലോത്താണ് ഇത് 3. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നൈറ്റിയുടെ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് കഴുത്ത് അടയാളപ്പെടുത്തുക. നെക്ക് പ്ലസ് ഷോൾഡർ 6 ഇഞ്ചസ് ആണ് എടുക്കുന്നത്, അത് മാർക്ക് ചെയ്യുക. ആം ഹോൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്, അതുകൂടി മാർക്ക് ചെയ്യുക. ആം ഹോള് ഫ്രണ്ടിലെത്തിയും ബാക്കിലെത്തിയും കൂടി അടയാളപ്പെടുത്തുക. ഫ്രണ്ടിൽ കുറച്ച് കുഴിച്ചു മുറിക്കുന്നുണ്ട്. കഴുത്ത് ഞാൻ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുക. കഴുത്ത് 6 ഇഞ്ച് ലെങ്ത്തിലാണ് കുഴിച്ചു മുറിക്കുന്നത്, അതുകൂടി മാർക്ക് ചെയ്യുക. ചെസ്റ്റ് എടുക്കുന്നത് 12 ഇഞ്ചാണ്, ലെങ്ത് എടുക്കുന്നത് 54 ഇഞ്ചസുമാണ്. അത് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് എടുക്കുക. ഇത് അത്യാവശ്യം മെലിഞ്ഞ ഒരാൾക്കുള്ള നൈറ്റിയുടെ അളവാണ് ഞാൻ എടുക്കുന്നത്. 13 ഇഞ്ചസാണ് ഷേപ്പ് എടുക്കുന്നത്. അവിടെ നിന്ന് ഇവിടത്തേക്ക് 12 ഇഞ്ചസ് വരും. ബോട്ടവും വരുന്നത് 15 ഇഞ്ചാണ്. ഇനി ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ മാറ്റിയിട്ട് ഇതിൻ്റെ നെക്കും തോൾക്കുഴിയും കട്ട് ചെയ്തെടുക്കണം. ഇനി ബാക്കിലത്തെ നെക്കും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. മൂന്നര ഇഞ്ച് ആണ് ഞാൻ ബാക്കിലത്തെ നെക്ക് എടുക്കുന്നത്, അതുകൂടി അടയാളപ്പെടുത്തുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. തോൾക്കുഴി മുറിച്ച ഭാഗത്തു നിന്ന് മാറി നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് ഞാൻ
സ്ലീവിന് വേണ്ട ഭാഗം കട്ട് ചെയ്യുന്നത്. 7.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. തോൾക്കുഴി 10.5 എടുക്കുന്നത്. അതുകൂടി മാർക്ക് ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഇനി സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം സെയിം അളവിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള 2 മാക്സിയുടെ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൂടി കട്ട് ചെയ്തെടുക്കുക. ഈ നൈറ്റിയുടെ ഫ്രണ്ടിൽ നെക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊരു ഗ്രീൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത് 10 ഇഞ്ചസ് ആണ്. താഴെ ഭാഗത്ത് വരുന്നത് 8 ഇഞ്ചുമാണ്. ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 13.5 ഇഞ്ചാണ്. ഇനി ഇത് നെക്കിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പൈപ്പിംഗ് ഇട്ടിട്ടാണ് ഇതിൻ്റെ നെക്ക് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. ക്രോസ് പീസ് ഇതുപോലെ വേണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ ക്രോസ് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഗ്രീൻ ക്ലോത്തിൻ്റെ അറ്റത്ത് ഇത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി പൈപ്പിംഗ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം രീതിയിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മുകൾ ഭാഗത്തെ നെക്കിലും കൂടി ഇങ്ങനെ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിലത്തെ നെക്കിൻ്റെ പീസ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് 2 സൈഡും പിന്നെ ബോട്ടവും കൂടിയാണ്. അതുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നൈറ്റി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ കുറച്ച് പെയിൻറ്റിങ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നൈറ്റിക്ക് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ച് തോൾക്കുഴിയിലാണ് ആ ഷേപ്പ് കട്ട് ചെയ്തിട്ടുള്ളത്. 13.5 ഇഞ്ചാണ് ഈ ക്ലോത്തിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഷോൾഡർ പ്ലസ് നെക്കാണ്
മുകളിലത്തെ ഭാഗം വരുന്നത്. ഇനി ആദ്യം അടിച്ച പോലെ തന്നെ ഇതും നെക്കിന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഇതും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. അടുത്ത നൈറ്റിയുടെ നെക്കാണിത്. ഞാൻ 5 ഇഞ്ചസ് ആണ് മുകളിൽ എടുത്തിട്ടുള്ളത്. 10 ഇഞ്ചസ് ആണ് ഇവിടെ. പിന്നെ ഇവിടെ അളവ് വരുന്നത് 6 ഇഞ്ചസ് ആണ്. ഇതിൻ്റെ നടുഭാഗത്ത് വരുന്നത് 13.5 ഇഞ്ചാണ്. ഇതുപോലെ ഇരിക്കും ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൽ കൊടുക്കുന്നത് സാധാ മെഷീനിലുള്ള സ്റ്റിച്ചാണ്. ലോങ് സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പെയിൻറ് വർക്കൊന്നും ചെയ്യുന്നില്ല. ഡബിൾ സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അരയിഞ്ച് വിട്ടിട്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നൈറ്റിയിൽ അറ്റാച്ച് ചെയ്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ നൈറ്റി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി മറ്റുള്ളതിൽ നമുക്ക് പെയിൻറ് ചെയ്യാം. ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ റെഡ് ലീഫാണ് ഞാൻ കൊടുക്കുന്നത്. ഇതേപോലെ 2 or 3 കോട്ടിങ് കൊടുക്കണം, എന്നാലേ നല്ല തെളിഞ്ഞു കാണും. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നൈറ്റി റെഡിയായി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നൈറ്റിയിൽ നമുക്കിതുപോലെ പെയിൻറ് ചെയ്യാം. ഞാനിതുപോലെ ഫ്ലവർ ജസ്റ്റ് ചോക്ക് കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ട്രേസിംഗ് പേപ്പറൊന്നും ഉപയോഗിക്കുന്നില്ല. യെല്ലോ ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 2 or 3 കോട്ടിങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കണം.